89.6 FM Sargakshetra. വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഉയരയിൽ ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന മേഖലയെക്കുറിച്ചാണ്. ഇത് ഒരുപാട് ജോലി സാധ്യതയുള്ളൊരു മേഖലയാണ് എന്ന് നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് നമുക്കറിയാം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അച്ഛൻ അമ്മയൊക്കെ ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ പറ്റി എന്താണ് എന്ന് കൂടുതൽ അറിയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഉള്ള ഒരു 2 മണിക്കൂറാണ് ഇനി ഉയരയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, നമ്മൾ സാറിലേക്ക് എത്തുന്നത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ്. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒരുപാട് പേര് അറിയേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആണ്. ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നു എന്നാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പഠിക്കുക, അതിനൊപ്പം തന്നെ നമുക്കൊരു ജോലിയും കൂടെ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഫസ്റ്റ് സാറിനോട് ചോദിക്കാനായിട്ടുള്ളത് എന്താണ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്ന് തന്നെയാണ് ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുള്ളത്. എങ്ങനെയാണ് അത് ഒരു ജോലി പ്ലസ് പഠനം ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുന്നത്? വളരെ സന്തോഷം. നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ റെക്കമെൻഡ് ചെയ്തത് തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിന് അത് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഞങ്ങളുടെ ഓഫീസിനെ കുറിച്ചും ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ചും ഒക്കെ മറ്റുള്ളവർ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ. ആദ്യത്തെ ചോദ്യം ചോദിച്ചത് എന്താണ് ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്നുള്ളതാണ്. അത് നമുക്ക് പറയുമ്പോൾ അതിനകത്ത് ആ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസറും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കൊക്കെ അറിയാം, മിക്ക കുട്ടികളും +2 അല്ലെങ്കിൽ BCom MCom ഒക്കെ കഴിഞ്ഞിട്ട് അവർ നേരിട്ടൊരു ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ആൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ പഠിച്ച കാര്യങ്ങൾ തിയറിറ്റിക്കൽ മാത്രമായിട്ടുള്ളതാണ്, പ്രാക്ടിക്കലായിട്ടുള്ളൊരു നോളജ് അവർക്കില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചും നമ്മുടെ ഓഫീസിനെ കുറിച്ച് അന്വേഷിച്ചും വരുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് പ്രാക്ടിക്കലായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു ജോലി സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്രഷേഴ്സിനെ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ചിലരെടുക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ചിലരെടുക്കുന്നുണ്ട്. എന്നാലും ഒരു മോസ്റ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും അവർ ഉദ്ദേശിക്കുന്നത് എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ ടാക്സേഷൻ കാര്യങ്ങളിൽ അത്യാവശ്യമെങ്കിലും നോളജ് ഉള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എന്താണെങ്കിലും വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് അക്കൗണ്ട്സ് ടാക്സേഷന് പ്രാക്ടിക്കലായിട്ട് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്നുള്ളത് നമ്മൾ കേട്ടു. അപ്പം അതിൻ്റെ ഒരു ബെനഫിറ്റ് എന്താണെന്നുള്ളത് ഇതിൽ കവിഞ്ഞും നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ചിറകിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രാക്ടിക്കൽ കൂടി കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടറിയാനായിട്ട് പോകുകയാണ്. കാരണം ഇന്ന് നമ്മൾ ഉയരയിൽ സംസാരിക്കുന്നത് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന കോഴ്സിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ അത് എന്തുമാത്രം ബെനഫിഷ്യൽ ആണോ ഒരു വ്യക്തിക്ക് എന്നുള്ളത് നമ്മൾ ഇനി കൂടുതലായിട്ട് അറിയാനായിട്ട് പോകുകയാണ്. ഈ കാര്യം പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സർ, നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് അതുപോലെ തന്നെ സാറ് പറഞ്ഞൊരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലും ആളുകൾ അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടു. അപ്പം അതൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ എന്തൊക്കെ ബെനിഫിറ്റാണ് ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത്? അത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ജോലി കിട്ടുവാനായിട്ടുള്ളൊരു സാധ്യതയാണ് ഇതിനകത്തുള്ളത്. കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ആരും എടുക്കത്തില്ല. രണ്ടാമതൊരു കാര്യമുള്ള വെച്ചാൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ നോളജുകൾ
ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ജോലി സാധ്യതകൾ കൂട്ടുന്നൊപ്പം തന്നെ നമ്മുടെ തന്നെ കുറേ കാര്യങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇപ്പം അത്യാവശ്യം ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. കാര്യം വെച്ചാൽ നിയമത്തിൻ്റെ അജ്ഞത എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്ക്യൂസ് അല്ല എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഇപ്പം വരുന്നുണ്ട്. ഒന്നെങ്കിൽ GST ആയിട്ട് ബന്ധപ്പെട്ട് വരും, അല്ലെങ്കിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ കൂടി അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ് ഇതിൽ കൂടെ അവർക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ. ഇപ്പം സാധാരണഗതിയിൽ BCom അല്ലെങ്കിൽ MCom കഴിയുമ്പോഴാണ് അവർ ജോലി സാധ്യതകളിലെ ജോലിയെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ജോലി സാധ്യത ജോലിക്കായിട്ട് പോകുമ്പോഴാണ് ഈ പ്രാക്ടിക്കൽ അതിൻ്റെ നോളജിൻ്റെ ആവശ്യം അവർക്ക് വരുന്നതും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒത്തിരിയേറെ ആൾക്കാർ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇത് എവിടെ കിട്ടും. നമുക്ക് കടയിൽ പോയി മേടിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഇരുന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നിർഭാഗ്യവശാൽ ഒരു കോളേജുകളിലോ അല്ല ഒരു സിലബസിലോ ഒരിക്കലും പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള സ്റ്റഡി സെൻ്ററുകളിൽ അല്ലെങ്കിൽ ട്രെയിനിങ് സെൻ്ററുകളിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും അന്വേഷിച്ചാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം നമ്മുടെ ഓഫീസ് നമ്മൾ തുടങ്ങാനുള്ള സാഹചര്യം അതുതന്നെയാണ്. കുറേയേറെ ആൾക്കാർ അന്വേഷിച്ച് തുടങ്ങി ഇങ്ങനെ എവിടെയെങ്കിലും ട്രെയിനിങ് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വരാൻ തുടങ്ങിയ ആൾക്കാർ ട്രെയിനിങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഒരു 15 വർഷങ്ങൾക്ക് മുൻപേ ഇപ്പോൾ ഒരു 15 വർഷത്തോളം ആകുന്നു ഇപ്പം നമ്മൾ ഈ സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആൾക്കാർ അങ്ങനെ നമ്മുടെ അടുത്ത് വന്നപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും അതിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. ആൾക്കാർ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർ എങ്ങോട്ട് പോകണം എന്തെന്നറിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നല്ലൊരു പഠിക്കുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇങ്ങനത്തുള്ള കോഴ്സുകൾ ചെയ്യുന്നത്. ഇത് രണ്ടും മേർജ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ? ജോലി അന്വേഷിക്കുന്ന ഒരാൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്കും വന്നെത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന കാര്യം. ആൻഡ് സാറ് പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ജോലി സാധ്യതകൾ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് സെന്ററിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. പിന്നെ കൂടുതൽ അറിവ് നമ്മളിത് ചെയ്ത് തിയറി മാത്രമല്ല പ്രാക്ടിക്കൽ നോളജും കൂടെ കിട്ടുന്നു. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു കോഴ്സ് ആർക്കൊക്കെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്ന് ഒരുപാട് പേർക്ക് ഇപ്പം സംശയം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ +2 ആണ്, എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുമോ ചേച്ചി, അല്ലെങ്കിൽ സാർ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡിഗ്രിയാണ്, ഞാൻ PG കഴിഞ്ഞു, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേർക്ക് ഒരു ചോദ്യചിഹ്നം അവരുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുള്ള ഉത്തരവുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് അക്കൗണ്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന ഫീൽഡിലേക്ക് പറക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ചിറകൊക്കെ ഒന്ന് മിനുക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഉയരയിൽ. കാരണം ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നമുക്ക് പകരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സാർ, നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മളുടെ മുന്നിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇത് ആർക്ക് ഓപ്റ്റ് ചെയ്യാം? ഇപ്പം +2 കഴിഞ്ഞ കുട്ടിക്കാണോ, ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്കാണോ, PG കഴിഞ്ഞ ഒരാൾക്കാണോ ഈ ഒരു കോഴ്സിലേക്ക് ചേരാനായിട്ട് പറ്റുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പം അത് എങ്ങനെയാണ്? അതിനുശേഷം ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ക്വസ്റ്റിന് ഞാൻ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി എനിക്ക് വരുന്ന കോഴ്സിനകത്ത് ഒരു 2-3 പേരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഞാൻ ഒന്നെങ്കിൽ +2 കഴിഞ്ഞെന്ന് പറയും, അല്ലെങ്കിൽ പറയും ഞാൻ MSc ആയിരുന്നു, BSc ആയിരുന്നു, മറ്റേതെങ്കിലും സ്ട്രീമിലേക്കൊക്കെ പഠിച്ച് വന്നവരായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കാനായിട്ട് പറ്റുമോ? അപ്പം ഞാൻ തിരിച്ച് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും PG എടുത്തേക്കുന്നത് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലായിരിക്കും. MA എടുത്തവരുണ്ട്, MSc എടുത്തവരൊക്കെ ഉണ്ട്, വിളിക്കുന്നുണ്ട്, BEd എടുത്തവരെ വിളിക്കുന്നുണ്ട്.
അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ അത്രയും പഠിച്ചിട്ട് ഈ അക്കൗണ്ട്സിലേക്ക് എന്തിനാണ് തിരിയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് എന്തിനാണ് ജോലി നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് മേഖലയിൽ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. അപ്പോൾ അവർ ജോലിക്ക് അന്വേഷിക്കുമ്പോൾ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോഴാണെങ്കിലും അക്കൗണ്ടൻ്റായിട്ട് നിരവധി വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടുക എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള നല്ല ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പം അക്കൗണ്ട്സ് ഫീൽഡാണത്. അപ്പോൾ അത് സത്യമായ ഒരു കാര്യം തന്നെയാണത്. അപ്പം അങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ മറ്റ് കോഴ്സുകൾ പഠിച്ചിട്ട് മറ്റ് സ്ട്രീമിലൊക്കെ പഠിച്ചേക്കുന്ന ആൾക്കാർ, കുട്ടികൾ ഈ അക്കൗണ്ടിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പം ചോദിക്കുന്നവരോട് ഞാൻ പറയാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കിത് ആർക്കും പഠിക്കാൻ പറ്റും, കുഴപ്പങ്ങളൊന്നുമില്ല, ആർക്കും നമുക്കത് പഠിക്കാൻ പറ്റും, +2 പഠിച്ചവർക്കൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്തുള്ളൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ ബേസിക് ഐഡിയ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ കാര്യങ്ങൾ, അതായത് നമുക്കൊരു അടിത്തറയുണ്ട്, എന്താണെങ്കിലും നമുക്കൊരു അടിത്തറ ഉണ്ടാകണം. അത് ഇല്ലാതെ വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് കുറച്ചും കൂടി ടൈം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോർമൽ BCom MCom പഠിച്ച ഒരാൾ ചെയ്യുന്നത് പോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കുക. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പഠിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഈ കൊമേഴ്സ് സബ്ജക്റ്റുകൾ തുടങ്ങുന്നത് എവിടുന്നാണ്? +2 മുതലാണ്. നമുക്ക് ഇപ്പം പണ്ട് KG മുതൽ 10th വരെ നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ളോ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഒരു സ്കൂൾ ലെവലിൽ ഒന്നും തന്നെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ, അക്കൗണ്ടൻസിയോ ടാക്സോ അതിൻ്റെ ആയിട്ടുള്ള ഒരു ബേസിക് കാര്യങ്ങളും സ്കൂൾ ലെവലിൽ വരുന്നില്ല. +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ, അതും കൊമേഴ്സ് എടുക്കുന്നവരാണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്നും അക്കൗണ്ടൻസി അല്ലെങ്കിൽ ടാക്സ് ഉണ്ട് എന്നും പറഞ്ഞ് അതിലേക്ക് അന്നിട്ടാണ് ആൾക്കാർ എത്തുന്നത് തന്നെ. അപ്പം ആ ഒരു ലെവലിൽ അന്നാണ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ എന്നിട്ട്. അപ്പം എന്താണെങ്കിലും ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കാര്യം ബേസിക് ലെവൽ തുടങ്ങുന്നതൊക്കെ +2 ലെവലിലാണ്. അപ്പോൾ അവർക്കൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പഠിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് പിള്ളേർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാറുള്ളത്. അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത പിള്ളേരും ഉണ്ട്. ഒത്തിരിയേറെ കുട്ടികൾ അങ്ങനെ വരുന്നവരുണ്ട്. MSc പഠിച്ചവരുണ്ട്, +2 പഠിച്ചു കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവരൊന്നും ഒരു കുഴപ്പമില്ലാതെ തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ കുറേയേറെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാര്യം കുറേ കാര്യങ്ങൾ ചെയ്ത് ബേസിക്കും ഐഡിയ, തിയറിറ്റിക്കലായിട്ടുള്ള നോളജ് അവർക്ക് കിട്ടണം, പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് അവർക്ക് കിട്ടണം. അപ്പോൾ അവർക്ക് കുറച്ച് സമയം അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡിഗ്രി ഏതാണെന്നുള്ളതൊന്നൊരു പ്രശ്നമില്ല. കാര്യം ഞാൻ പറഞ്ഞു, +2 ശേഷമാണ് നമ്മൾ എവിടെ പോയാലും +2 ശേഷമാണ് ഇതിൻ്റെ കൊമേഴ്സിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു പ്രായത്തിൽ എന്താണെങ്കിലും അവർക്ക് പഠിക്കാൻ പറ്റുന്ന സമയമാണത്. അതുകൊണ്ട് ഏത് ഡിഗ്രി എന്നുള്ളതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ അകത്തുള്ള ഒരു നെഗറ്റീവ് വശം കൂടെ അതിൻ്റെ അകത്തുള്ളത്, നമ്മളെവിടെയെങ്കിലും ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പം ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റിലേക്കാണ് ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ നോക്കുമ്പോൾ നമ്മുടെ CV നോക്കുമ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് MSc അല്ലെങ്കിൽ BSc മാത്സ് എന്നൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ആ എംപ്ലോയർക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ BCom ഉള്ളവരായിരിക്കും അവർ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിൽ അറ്റ് പ്രസൻറ്റ് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ആരും നോക്കാറില്ല. എല്ലാവരും നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ, ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പോലും, അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പോലും ആൾക്കാർ നമ്മൾ ഇൻ്റർവ്യൂ വെക്കുമ്പോൾ തന്നെ കുറേ സർട്ടിഫിക്കറ്റുകൾ വരുന്ന ആൾക്കാരെ കാണാൻ പറ്റും. കുറേയേറെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്ക്. ഞാൻ ടാലി പഠിച്ചതാണ്, ഞാൻ അവിടെ പഠിച്ചതാണ്, ഡിപ്ലോമ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരുപക്ഷെ അത്ര നമ്മൾ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാകും. അവർക്ക് ഒരു ബേസിക് ഐഡിയയോ അല്ലെങ്കിൽ നല്ലൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടിയതിൻ്റെയോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്തതിൻ്റെയോ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കാണത്തില്ല. അപ്പം സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ BCom ആണ്, ഞാൻ MCom ആണ്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. ഇപ്പോഴത്തെ ബിസിനസ്സുകാരെല്ലാം നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു പഠിച്ചു എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടോ എന്നുള്ളതാണ് ആൾക്കാർ കൂടുതൽ നോക്കുന്നത്. കാര്യം ബിസിനസ്സുകാർക്ക് എപ്പോഴും നല്ല ആൾക്കാരാണ് വേണ്ടത്. കാര്യം ഒരു ബിസിനസ്സിൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് അക്കൗണ്ട്സും ടാക്സും എല്ലാം അതിൻ്റെ ഇതാണ്. അപ്പം നല്ല എംപ്ലോയി കിട്ടുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം പോയി. അത് ഒരു 0 കൂടി പോവുകയോ കുറഞ്ഞു പോയാലും, നമ്മൾ 0ത്തിന് വിലയില്ല എന്ന് പറയുമെങ്കിലും ഒരു 0 കൂടി പോവുകയോ ഒരു 0 കുറഞ്ഞു പോവുകയോ ചെയ്താൽ സംഗതി മൊത്തം മാറി. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടന്റുമാർക്ക് നല്ല എക്സ്പീരിയൻസ് വേണമെന്നാണ് എല്ലാ എംപ്ലോയീസും ആഗ്രഹിക്കുന്നത്.
അപ്പം അങ്ങനെ ഒത്തിരി നല്ല സാധ്യതകളുള്ളൊരു മേഖലയും കൂടിയാണ് ഇനി ഇത്. യെസ്, അപ്പം ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആൻഡ്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ചാണ്. ആൻഡ് ഈ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉള്ളത് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സാർ, ഞാൻ ഇതിന് ശേഷം ചോദിക്കാമെന്ന് പറഞ്ഞതിന്റെ ചോദ്യം ഇതായിരുന്നു, +2 കഴിഞ്ഞവർക്കാണോ PG അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിഗ്രി പഠിച്ചവർക്കാണോ ഇത് കൂടുതൽ ബെനഫിഷ്യൽ എന്നുള്ളത്. ഇപ്പം സാർ തന്നെ അത് പറഞ്ഞു, +2 കഴിഞ്ഞവർക്ക് അതൊരു ബേസ് ഉണ്ടായിരിക്കും. പക്ഷെ മറ്റ് കോഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ PG മറ്റ് സ്ട്രീമൊക്കെ എടുത്തവർക്ക് ഇതിന്റെ ഒരു ബേസ് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നല്ലാതെ നമ്മുടെ ഒരു പാഷനും കൂടെ നമ്മൾ ഇതിനകത്തൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഇതിനിടയിൽ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് പഠിച്ചു എന്നതിലല്ല, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഇതിന്റെ മെയിൻ ഒരു സംഭവം ഇരിക്കുന്നത്. ഞാൻ തന്നെ ഇത് നമ്മുടെ അവിടെ തന്നെയാണെങ്കിലും നമ്മൾ മിനിമം ഒരു 3 മാസമാണ് നമ്മൾ പറയാറുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ജോലി ഇത് പഠിക്കാനായിട്ട് വരുന്ന ആ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വഴിയാണ് ജോലി കിട്ടിക്കഴിയുമ്പോൾ ആ എംപ്ലോയർ അല്ലെങ്കിൽ ബിസിനസ്മാൻ പറയും, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ട്രെയിനിങ് പോകും, 1 മാസം ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് വാ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് കുറച്ചും കൂടി ഒന്ന് പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് 1 മാസത്തേക്ക് ഒരു വിടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഷോർട്ട് ടൈമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്നൊക്കെ ഇപ്പോൾ ഒരു കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു 30 വയസ്സ് കഴിഞ്ഞവർ, 30, 35, 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അത് വലിയ ട്രെൻഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയാൻ പെൺകുട്ടികൾ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ, അവരുടെ ഒരു പഠിത്ത സമയം കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ കല്യാണം കഴിഞ്ഞ് കാണും. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അവരൊന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം അവരുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനുള്ള റെഡിയായി. അപ്പോൾ എനിക്ക് കോഴ്സിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. അപ്പോൾ ആ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വരുന്നിടം വരെ ഇവർ ഫ്രീ ആണ്. അപ്പോൾ ഇവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഇത്ര വരെ ഡിഗ്രി അല്ലെങ്കിൽ PG വരെ പഠിച്ചതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അവരുടെ മുഖത്ത് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ കുറേയേറെ വിളിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇതുപോലെ തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം അവർ പണികളെല്ലാം തീർത്തു വെച്ചിട്ട് അവർ ഓഫീസിൽ വരും. അവരൊരു 4 മണി വരെയൊക്കെ ഇരിക്കും. പിള്ളേർ തിരിച്ചെത്തുമ്പം അവർക്ക് വീട്ടിൽ ചെന്നാൽ മതി. അപ്പം അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈയിടെ കണ്ടത്, എനിക്ക് ഇന്നലെ വന്ന ഒരു കോൾ എന്ന് പറയുന്നത് 55 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആയ കാലത്ത് ഗൾഫിലായിരുന്നു. അപ്പം ഗൾഫിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ട് നാട്ടിൽ വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ ഒരു ദിവസം മുതൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി വേണം. അപ്പോൾ അദ്ദേഹം അവിടെ അക്കൗണ്ട്സിൽ നല്ല ഫിനാൻസിലിരുന്ന നല്ലൊരു വ്യക്തിയാണ്. അതായത് നല്ലൊരു പൊസിഷനുള്ള ആളാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് യാതൊരു വിലയില്ലെന്നായി. അവിടെ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതല്ല അവർ നോക്കുന്നത്. 1 ഏജിൻ്റെ പ്രശ്നം, 2 നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് GST അറിയില്ല. ഇപ്പോൾ അത്ര ഇതനുസരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ GSTയെക്കുറിച്ച് അറിയണം. അപ്പോൾ അദ്ദേഹത്തിന് GST അറിയാൻ മേല, കാര്യം നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം GST പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരാൻ വേണ്ടി. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പം ഈ ഒരു മേഖലയിൽ വയസ്സ് ബാധിക്കുമോ? നമുക്കിപ്പം 45 കഴിഞ്ഞൊരു വരുന്നു, 55 വരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രായത്തിൻ്റെതായിട്ടുള്ള അത് ഇതെല്ലാം ഉണ്ടോ? എനിക്ക് തോന്നിയത് ഇതെല്ലാം ഇങ്ങനെ മാറി വരികയാണ്. ഞാനൊരു ഈ തുടങ്ങുന്നൊക്കെ സമയത്ത് അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ എന്നൊക്കെ പറഞ്ഞ പ്രായം വലിയൊരു ഇഷ്യൂ ആയിരുന്നു. കാര്യം ജോലിക്ക് എടുക്കാനായിട്ട് നമ്മളൊരു എംപ്ലോയർ അല്ലെങ്കിൽ ബിസിനസ്മാന് ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നത് എപ്പോഴും ഒരു 25 റേഞ്ച് അല്ലെങ്കിൽ ബിലോ 30 ആ ഒരു റേഞ്ചൊക്കെയാണ് ആൾക്കാർ നോക്കാനും. എഫിഷ്യൻസി കൂടുതലുള്ള ആൾക്കാർ, റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ അങ്ങനെ കുറച്ച് നാൾ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അതൊക്കെ മാറി വന്നു. ഇപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും
എബോവ് 30 അല്ലെങ്കിൽ 35-40 ആ റേഞ്ച്. ഇപ്പം കൂടുതലും ആൾക്കാർ ഒരു 40 റേഞ്ചിലുള്ള ആൾക്കാരെയാണ് കൂടുതലും നോക്കുന്നത്. ഇപ്പൊ യൂത്തിനിപ്പോ ഒരു പേടി ഉണ്ടായിരിക്കും, അയ്യോ. അതെ അതെ. അല്ല, അതിനകത്ത് കാര്യമുണ്ട് എന്ന് പറയാൻ കംപ്ലീറ്റ് എല്ലാവരെയും 40 എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ആ ആൾക്കാരെയും പ്രിഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ യൂത്തിൻ്റെ പ്രശ്നം കുറച്ച് പേര് ഇപ്പോഴും പുറത്തേക്കാണ് ആ ഒരു ടെൻഡൻസി ഉണ്ട്. അത് എൻ്റെ ഇതിനകത്ത് എന്നെ അത് ബാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് പിള്ളേരുടെ എണ്ണം നമുക്ക് കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്വേഷിച്ച് മനസ്സിലായത് ആൾക്കാരെല്ലാം പുറത്തേക്ക് പോകാനായിട്ട്, നാട്ടിൽ ജോലി ഇല്ല എന്നാൽ ജോലി കിട്ടുകയില്ല എന്നുള്ള ഒരു പ്രതീതി ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇതുവരെ ബന്ധപ്പെട്ട് വേറെ പറയാൻ പറയാതെ അപ്പം അങ്ങനെ നമുക്ക് കുറേ ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ ആളില്ലാത്ത ഇടയ്ക്ക് അവസ്ഥ വന്നായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നാട്ടിൽ നമുക്ക് സ്റ്റുഡൻസ് ഇല്ലായിരുന്നു. പല കോളേജുകളിലും സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് സത്യമായ കാര്യം തന്നെയാണത്. നമ്മളെല്ലാവരും ബാധിക്കുന്നുണ്ടായിരുന്നത്. ജോലി ചെയ്യാൻ ആളെ കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നായിരുന്നു. അപ്പം ആൾക്കാർ ഇപ്പം ഒരു പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ 35-40 റേഞ്ചുള്ളവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് കുറച്ചും കൂടി എഫിഷ്യൻസി എന്ന് പറയാൻ പറ്റത്തില്ല, റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, മച്യൂരിറ്റി കൂടുതലാണ്, അവർ കുറേ നാളൊക്കെ നിന്നോളും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രായമായി എന്ന് കരുതി ജോലി കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യം ഇപ്പം ഇല്ല. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പക്ഷെ നമുക്കിതിനകത്ത് വേണ്ടതെന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസും വേണം, ജോലി ചെയ്യാനുള്ളൊരു മനസ്സും വേണം. ഇപ്പോൾ ഈ 55 വയസ്സ് എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. എനിക്കൊരു 6-7 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അടുത്ത് വന്നൊരു 62 വയസ്സുള്ളൊരു ചേട്ടനാണ്. 62 വയസ്സുള്ള ചേട്ടൻ. പക്ഷേ പുള്ളി പ്രായം കൊണ്ട് 62 ആണെങ്കിലും പുള്ളി മനസ്സുകൊണ്ട് പുള്ളി ഇപ്പോഴും 30 ആയിരുന്നു. അപ്പം നമ്മുടെ അവിടെയുള്ള പിള്ളേരെക്കാളും പുള്ളി ഭയങ്കര ആക്റ്റീവായിരുന്നു. പുള്ളി വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. 62ാമത്തെ വയസ്സിൽ പുള്ളി എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വന്നു. പുള്ളി 4-5 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. പുള്ളി അത് കഴിഞ്ഞ് ഇറങ്ങി പുള്ളിക്ക് സ്ഥലം പാലാ ഭാഗത്താണ് എനിക്ക് തോന്നുന്നു. പുള്ളിക്ക് നല്ലൊരു കമ്പനി ജോലി കിട്ടി. സ്റ്റാർട്ടിങ് സാലറി 40,000 രൂപ ആ ഒരു പ്രായത്തിൽ. അപ്പോൾ ആ എംപ്ലോയർ ഞാൻ സംസാരിച്ചു. എംപ്ലോയർ പറയുന്നത് പുള്ളിയുടെ ആ ഒരു ചുറുചുറുക്കും ആ ഒരു എക്സ്പീരിയൻസും കണ്ടതുകൊണ്ടാണ് പുള്ളി നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ കൂടിയും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വരെ പുള്ളി ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അപ്പം പുള്ളിക്ക് നല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രായം ഒരു നമ്മൾ പഠിക്കാനുള്ള ഒരു മനസ്സുകൊണ്ട് ജോലി ചെയ്യാനുള്ള താല്പര്യമുണ്ട് എങ്കിൽ നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല. സാധാരണഗതിയിൽ നമ്മൾ ഉയരെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് യുവജനങ്ങളിലേക്കായിരിക്കും. കാരണം +2 കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇന്ന കോഴ്സ് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്ക് ആ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കൊടുക്കാം. പക്ഷേ ഇന്നത്തെ ഉയരെ കുറച്ച് വ്യത്യസ്തമാണ്. ഇതിനകത്ത് ഏജ് കാര്യമല്ല, എല്ലാ ഏജ് കാറ്റഗറീസിലുള്ള ആളുകൾക്കും നമുക്ക് ഒരുപോലെ അവരുടെ ഒരു ഇഷ്ടത്തോടു കൂടെ നമുക്കൊന്ന് പഠിക്കാനായിട്ട് പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഉയരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ അറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ തങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് പറക്കാനായിട്ട് സാധിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. ആൻഡ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സാർ, നമ്മൾ ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യത്തോടു കൂടെ തന്നെയാണ് നമ്മൾ അവസാനിച്ചത്. ഇത് ഏത് പ്രായക്കാർക്കും പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊരു എക്സ്പീരിയൻസും സാറ് പറഞ്ഞു. 62 വയസ്സ്, 55 വയസ്സ്, 45 വയസ്സുള്ളവരൊക്കെ സാറിന്റെ സെന്ററിൽ പഠിക്കാനായിട്ട് വരുന്നു, അവർ ജോലി നേടുന്നു. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പം ഈ ഒരു കോഴ്സിൽ ഇപ്പം പഠിക്കാനായിട്ട് വരുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ വരെ ഓരോരുത്തരും പഠിക്കുന്നു. ഇപ്പം പ്രായമേറിയവർ പോലും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ പോലും അവർ പഠിച്ചിറങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെന്ററിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്? അത് ഞാൻ പറയാം. നമ്മൾ ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോകുന്നവർ, ഇല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് മാനേജർ, ഫിനാൻസ് മാനേജർ, ആ ലെവലിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് പ്രാക്ടിക്കലായിട്ടും തിയറിറ്റിക്കലായിട്ടും ഒക്കെയുള്ള ഒരു നോളജ് അവർക്കുണ്ടായിരിക്കണം. ആ ഏരിയ എന്ന് പറയുന്നത് GST സംബന്ധമായിട്ടുള്ള ഏരിയ. ഒന്ന് GST ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, TDS ഉണ്ട്, PF ഉണ്ട്, ESI ഉണ്ട്, പിന്നെ ഓഡിറ്റ്, ഇൻകം ടാക്സ് ഓഡിറ്റ്, GST ഓഡിറ്റ്,
കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റുകളുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഫൈനലൈസേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഏരിയകളാണ് ഒരു അക്കൗണ്ടൻറ്റ് അറിഞ്ഞിരിക്കേണ്ടത്. അത് ഏത് അക്കൗണ്ടൻ്റ് ആണെങ്കിലും അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഫിനാൻസ് മാനേജറൊക്കെ ആയിട്ടാണെങ്കിലും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഒരു അക്കൗണ്ടൻറ്റിന് ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. അത് ഇതുപോലെ എന്തെങ്കിലും ട്രെയിനിങ് എടുത്തവർ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ആ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളിപ്പം ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇന്നത് അങ്ങനെയാണോ അതോ നമുക്ക് ഇതിൽ തന്നെ ഒരെണ്ണത്തിനകത്ത് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാവോ, അങ്ങനെയാണോ ഇതിൻ്റെ ഒരു? നമ്മൾ അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട് GST മാത്രം പഠിപ്പിക്കുമല്ലോ, GST മാത്രമായിട്ട്. പക്ഷെ ഞാൻ പറയാണ്ട് പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മളെപ്പോഴും പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പഠിക്കണം. കാര്യം നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു ചെറിയൊരു ഡ്രോബാക്ക് അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചിലത് മാത്രം പഠിക്കും. അപ്പോൾ അങ്ങനെ ചിലത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ GST മാത്രം പഠിക്കുന്ന ഒരാൾക്ക് ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻകം ടാക്സിനെ കുറിച്ചോ TDS കുറിച്ചോ യാതൊരു അറിവും ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഈ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ അക്കൗണ്ട്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ GST വെച്ച് കണക്കുകൾ ചെയ്യുന്ന ഒരാൾക്ക് കുറേ കാര്യങ്ങൾ ഇൻകം ടാക്സ് ബന്ധപ്പെട്ടതും വരാം, അതിൻ്റെ അകത്ത് TDS ബന്ധപ്പെട്ടതും വരാം. ഇൻകം ടാക്സിന് കണക്ക് ചെയ്യുന്ന ഒരാൾക്ക് GST ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതിനകത്ത് വരും, TDS സംബന്ധമായ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനെ അപ്പം ഇത് എല്ലാം കൂടെ റിലേറ്റഡ് ആയതുകൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്കും അതിലൊരു ഒരു നോളജ് ഉണ്ടായിരിക്കണം അതിൻ്റെ അകത്ത്. ഇല്ലെങ്കിൽ കണക്കുകളൊക്കെ തെറ്റിപ്പോവും. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന പല കണക്കുകളിലും അല്ല പല ആൾക്കാർ ചെയ്യുന്നതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം അവർ GST മാത്രമായിട്ട് ചെയ്തു വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങൾ ഇൻകം ടാക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്തിരി വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനും പറയുന്നത് ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോകുന്ന എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നോളജ് ഉണ്ടായിരിക്കണം. നമ്മളും അതുതന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഓരോ കോഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ GST കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏറ്റവും പുതിയ 2017 മുതൽ നമുക്ക് GST ആയിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതിലേക്കും കാര്യങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ GST എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇപ്പോൾ GST രജിസ്ട്രേഷൻ ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ അക്കൗണ്ടന്റുമാർക്ക് നല്ല ഡിമാൻഡും ഉണ്ട്. അതുകൊണ്ട് കാര്യം ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ഇത്. അയാൾക്ക് എപ്പോഴും മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് GSTക്കകത്ത് നല്ലൊരു നോളജ് ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ഓരോ മാസവും ഈ GSTയുടെ റിട്ടേണുകൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതായത് എല്ലാ മാസം 11-ാം തീയതി ഡേറ്റ് ഉണ്ട്, GSTR 1 എന്ന് പറയും. 15-ാം തീയതി GSTR 2A 2B എന്നുണ്ട്. 20-ാം തീയതി GSTR 3B എന്ന് റിട്ടേൺ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ ഡേറ്റുകളിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ടാകും. നമ്മുടെ ബിസിനസ്സുകാർക്ക് മറ്റൊരു ബിസിനസ്സുകാരൻ്റെ മേടിച്ചേക്കുന്ന സാധനങ്ങൾക്ക് ഇൻപുട്ട് കിട്ടാതെ വരും. അപ്പോൾ അവർ തമ്മിൽ ഇഷ്യൂ ഉണ്ടാകും, ബിസിനസ്സിനെ ബാധിക്കും അതൊക്കെ. അപ്പോൾ ഒരു എംപ്ലോയർക്ക് ഇത് നോക്കാൻ സമയം ഉണ്ടാകില്ല. അയാൾക്ക് ബിസിനസ്സാണ് അയാൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ എല്ലാ വർഷവും GST ഓഡിറ്റും കാര്യങ്ങളുണ്ടാകും. GSTയിൽ അക്കൗണ്ട്സിൽ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ബില്ലുകൾ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇതൊന്നും ആരും കോളേജുകളിലൊന്നും പഠിക്കുന്നില്ല. അത് തിയറി കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഡേറ്റ് ഒക്കെ പഠിച്ചു പോകുന്നുണ്ട്. ഇന്ന റിട്ടേൺ ആണ് ഇന്നത്, അത് ഇന്ന ഡേറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ അറിയാമെന്നല്ലാതെ ഇത് എങ്ങനെയാണ് GSTയുടെ സൈറ്റിൽ കയറി ചെയ്യുന്നത്, GSTയിൽ എങ്ങനെയാണ് ഡാറ്റകൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ റിട്ടേണുകൾ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, ഇതൊന്നും ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു BCom പഠിച്ചൊരു കുട്ടിക്ക് അറിയാൻ മേല. നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് നമ്മൾ ആദ്യം ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇത് കമ്പ്യൂട്ടേഷൻ എടുക്കണം, അത് എങ്ങനെ സോഫ്റ്റ്വെയറിൽ അക്കൗണ്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സൈറ്റിൽ GSTയുടെ സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. നമ്മൾ വെറുതെ അവരെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഒരു അക്കൗണ്ടൻ്റ് ഒരു ഓഫീസിൽ എങ്ങനെയാണോ ജോലി ചെയ്യേണ്ടത് അതേ അറ്റ്മോസ്ഫിയറിൽ അതേ ഫീലിങ്ങിൽ അവിടെ ഇരുന്നവർ ഞങ്ങളുടെ ഓഫീസിൽ ഇരുന്നവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്, മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. നമ്മൾ കൃത്യമായ ഫയലുകൾ നോക്കാറുണ്ട്. നമ്മൾ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവരെ തിരുത്തി കൊടുക്കും. തെറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അവർക്ക് നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം അവരുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻ്റ് സ്വന്തമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇരുന്ന് അവർ ജോലി ചെയ്യുവാണ്. ഞാൻ പറയും ജോലി ചെയ്താണ് പഠിക്കുന്നത്. നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ഒരാൾ ഒരിക്കലും ഒരു ട്യൂഷന് വരുന്നത് പോലെ ഒരു കോച്ചിങ്ങിന് വരുന്നത് പോലെ അല്ല, ജോലി ചെയ്യാനായിട്ട് വരുന്നതാണ്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് അവർ പഠിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഡ്യൂ ഡേറ്റ് അവർക്കൊരു ഫയൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡ്യൂ ഡേറ്റ് ആകുമ്പോഴത്തേനും അത് തീർത്തിരിക്കണം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് അവർ ബൈ ഹാർട്ടായി അവരത് ഇന്ന ഡേറ്റിൽ ഫയൽ ചെയ്യണം, ഇന്നതുപോലെയാണ് ഫയൽ ചെയ്യേണ്ടത്. പ്രാക്ടിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞവർ നാളെ സ്ഥലത്ത് ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് അവർ വരും. ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേനും GST കൊടുക്കണം, അവർക്കറിയാം. അതിനുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എംപ്ലോയർക്ക് നല്ല ഇഷ്ടം. അതാണ് നമ്മൾ GSTക്കകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ TDS എന്നുള്ള കോഴ്സിൽ ഓക്കെ, TDS അത് അധികം പേർക്കൊന്നും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാര്യം അത് ടാക്സ് ഡിഡക്റ്റീവ് സോഴ്സ്, അത് ഇൻകം ടാക്സ് ബന്ധപ്പെട്ട ഒരു സംഭവമാണത്.
അത് ഓരോ മാസവും TDS റിട്ടേണുകൾ ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാനുണ്ട്. അത് 7-ാം തീയതിക്കുള്ളിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ഓരോ ക്വാർട്ടർലി അതിൻ്റെ റിട്ടേണുകളൊക്കെ ഫയൽ ചെയ്യണം. അതിൻ്റെ ഫോം 16 അങ്ങനെ കുറേ ഫോമുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതുമൊക്കെ നമുക്ക് 7-ാം തീയതിക്കുള്ളിൽ ചെയ്യണം എന്നുള്ളതൊന്നും ആർക്കും അറിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കണം ഇത് 7-ാം തീയതിക്കുള്ളിൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വെറുതെ അതിൻ്റെ ഇൻട്രസ്റ്റ് പോകും, പിന്നെ അതിൻ്റെ പെനാൽറ്റി പോകും, നോട്ടീസാവും, കേസാവും. അപ്പം എംപ്ലോയർക്ക് ഇതൊന്നും ഒരുപക്ഷെ അറിയാൻ സാധ്യത ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ഇവിടുന്ന് പോകുന്ന അക്കൗണ്ടന്റിന് അതൊക്കെ അറിയാം. നമ്മളിവിടെ പഠിച്ചുകൊണ്ട് ആ അക്കൗണ്ടന്റ് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ TDS ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്താണ് വിടുന്നത്. ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഒരിടത്ത് പോലും ഒരു പെനാൽറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ നമ്മുടെ അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അവർക്കുള്ളതുകൊണ്ട് നാളെ സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്കത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് ഉയരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ അറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആൻഡ്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ചാണ്. ആൻഡ് ഈ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉള്ളത് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സാർ, ഞാനൊരു കാര്യം സാറിനോട് ചോദിച്ചോട്ടെ. ഇപ്പം ഈ ഒരു അക്കൗണ്ടിങ് മേഖല, ഇപ്പം നമുക്കറിയാം +1 +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു അക്കൗണ്ടിങ് മേഖലയിലേക്ക്, എനിക്കൊരു ബാങ്ക് ഓഫീസർ ആവണം അല്ലെങ്കിൽ എനിക്കൊരു അക്കൗണ്ടന്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി അവർ ആദ്യത്തെ ചുവട് വെക്കുന്നത് ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്കായിരിക്കും. അപ്പം ഇതിനു മുന്നേ അല്ലെങ്കിൽ ഒരു 10th ഹയർ സെക്കൻഡറി കഴിഞ്ഞാലും ഇന്ന ഒരു കോഴ്സിലേക്ക് പോവാം, ഇന്ന് ഏത് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം ഇത് ചൂസ് ചെയ്യേണ്ടത്? അവരുടെ എന്ത് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഉള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയായിരിക്കണം? അത് ആ ക്വസ്റ്റിനകത്ത് നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പം ഞാൻ എൻ്റെ ഈ ഫീൽഡിലേക്ക് ഞാൻ വരാൻ കാര്യം, എൻ്റെ ബ്രദർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഓക്കെ. എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അത് ഓഫീസൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നതിൽ ഒരാൾ ഈ ഒരു ഫീൽഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ അതിനകത്ത് പോയിരിക്കും. അതാണ് ഇതിനകത്ത് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഞാൻ 10th കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഞാൻ 10th കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത എന്താണെന്നുള്ളത് എനിക്കും അന്നത്തെ കാലത്ത് ചിന്തിക്കാനൊന്നുമില്ല നമ്മളൊന്നും. അപ്പോൾ എൻ്റെ ബ്രദർ ഈ ഫീൽഡിലേക്ക് പോയതുകൊണ്ട് പുറകെ ഞാനും പോയി. അന്നത്തെ കാലത്ത് പ്രീ-ഡിഗ്രി 4th ഗ്രൂപ്പാണ്. അപ്പോൾ ഈ പ്രീ-ഡിഗ്രി 4th ഗ്രൂപ്പ് എടുക്കുന്നത് ആരായിരിക്കും? അന്നത്തെ ഒരു മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് വെച്ചിട്ട് ഈ പ്രീ-ഡിഗ്രി 4th ഗ്രൂപ്പ് എടുക്കുന്നത് ഏറ്റവും മാർക്ക് കുറഞ്ഞവരും അല്ല ഉഴപ്പെന്നുള്ള ഒരു ചിന്താഗതി അന്നത്തെ കാലത്ത് ഞാനൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത്രയും മാർക്ക് മേടിച്ചിട്ട് എന്തിനാണ് ഈ 4th ഗ്രൂപ്പ് എടുക്കുന്നത് ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ നമുക്കന്ന് ഈ CA കുറിച്ചോ അല്ലെങ്കിൽ ഇതിനത്തെ കാര്യങ്ങളെക്കുറിച്ചോ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും ടഫുള്ള ഏരിയ ആണ് ഇതൊക്കെ. പക്ഷേ എന്നാലും നമ്മുടെ മുന്നേ ഒരാൾ പോയി, അതുകൊണ്ട് ആ പുറകെ നമ്മളും പോകുന്നു. അപ്പം നമ്മുടെ അടുത്ത ആളും അതിൻ്റെ പുറകെ വരും. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇത് കൂടുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഈ പറഞ്ഞതുപോലെ മറ്റു ആൾക്കാർ പറഞ്ഞും കേട്ടും ഒക്കെയാണ് ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് വരുന്നത്. അല്ലാതെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുക അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആകുക എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത്രയ്ക്കൊന്നും വലിയൊരു ഐഡിയ അതിനെക്കുറിച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒന്നെങ്കിൽ അവരുടെ പേരൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ CA-കാരുണ്ടാകും, അപ്പം അല്ല കമ്പനി സെക്രട്ടറി ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞും ഒക്കെയാണ് കൂടുതലും പത്രങ്ങളിൽ കൂടിയൊക്കെ വായിച്ചും ഇതുപോലുള്ള നിങ്ങളുടെ ഇതൊക്കെ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കേട്ടിട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഒത്തിരി ആൾക്കാരെ പഴയകാലം അറിയുന്നത് കേട്ടോ. നമുക്ക് എല്ലാവരും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആകാനേ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം എന്തായാലും അവർ അഭിരുചി ഓരോ ദിവസവും വളർത്തിയെടുക്കാനായിട്ട്, അല്ലെ അവരുടെ ആഗ്രഹം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള അറിവുകളെ നമ്മുടെ അനുഭവങ്ങളാക്കി മാറ്റുക, അത് നമുക്ക് പഠിക്കാനുള്ള ഒരു ലക്ഷ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിതാ കേട്ടത്. അപ്പം ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആൻഡ്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ചാണ്. ആൻഡ് ഈ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉള്ളത് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സാർ, നമ്മൾ ഈ ഒരു മേഖലയെക്കുറിച്ച്, ഈ ഒരു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനിയുള്ളൊരു കാര്യം, ഇപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ജോലി ചെയ്യേണ്ടവരും അല്ലെങ്കിൽ സാധാരണക്കാരുമൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ അമെൻമെന്റ്സ് വരുന്നു, പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നമുക്കറിയാം ഈയിടെയും കൂടെ സ്ലാബ് റേറ്റ് മാറി, അതുപോലെ തന്നെ ഇൻകം ടാക്സ് റേറ്റ് മാറി, GST റേറ്റ് മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരെപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പം ഈ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ പഠിക്കുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ അറിയേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അവരും ഈ ഒരു അമെൻമെന്റ് മാറിയത് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട് എങ്ങനെ സാധിക്കും, അത് എങ്ങനെയൊന്ന് പറഞ്ഞു തരാമോ? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അപ്ഡേറ്റ് ആയിരിക്കണം എപ്പോഴും. കാര്യം ഓരോ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ GST കൗൺസിൽ കൂടി റേറ്റ് ചെയ്യുന്നത് മാറ്റി, ചിലതിൻ്റെ കൂട്ടി, ചിലതിനെ കുറച്ചു. ഓരോ വർഷവും ബഡ്ജറ്റ് വരുന്നു കഴിയുമ്പോഴത്തേനും ഇൻകം ടാക്സിൻ്റെ റേറ്റുകൾ മാറുന്നു, TDSൻ്റെ റേറ്റുകൾ മാറുന്നു. അങ്ങനെ കുറേയേറെ മാറ്റങ്ങൾ ഈ നിയമങ്ങളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ ഇൻകം ടാക്സിന് GST എന്നല്ല, എല്ലാ നിയമങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് പൊതുജനങ്ങൾ അറിയുന്നത് കൂടുതലും പത്രങ്ങളിൽ കൂടിയൊക്കെയാണ് ജനങ്ങൾ അറിയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പത്രങ്ങളിൽ കൂടി വരുന്നതിനേക്കാളും കൂടുതലും നമ്മൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റുകൾ, GSTയുടെ സൈറ്റുകൾ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ലേഖനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം നമ്മുടെ ഇപ്പോൾ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ അവരെൻ്റെ അകത്ത് അപ്ഡേറ്റ് ആവും. എന്ന് പറയുന്നത് പോലെ എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ നിയമങ്ങൾ, മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാര്യം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം കാര്യങ്ങളിൽ. അല്ലെങ്കിൽ മുമ്പേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കണക്കുകളും കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും. റേറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ റേറ്റിൽ നമ്മൾ എടുക്കാവുള്ളൂ. അതിനകത്ത് തന്നെ ഒരു രസകരമായ കാര്യം വെച്ചാൽ, ഈ പല നിയമങ്ങളും മാറുന്നത് ഓരോ ഇടയ്ക്കത്തെ ഡേറ്റിലായിരിക്കും. ഈ ഇടയ്ക്ക് തന്നെ ഒക്ടോബർ 10-ാം തീയതി മുതലൊരു നിയമം, അല്ലെങ്കിൽ ഒക്ടോബർ 1-ാം തീയതി മുതൽ വേറൊരു നിയമം, അതിന് മുന്നേത്തെ റേറ്റ് വേറെ. അപ്പോൾ അങ്ങനെ പല നിയമങ്ങളും പല ഡേറ്റുകളിലായിരിക്കും മാറുന്നത്. അപ്പം നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോഴും ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ കൂടി ഈ ഡേറ്റ് വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. ആ ഡേറ്റിന് മുന്നേ ഇത്ര ശതമാനം, ആ ഡേറ്റിന് ശേഷം ഇത്ര ശതമാനം. അപ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം എപ്പോഴും ഒരു അക്കൗണ്ടൻ്റ് എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ പറഞ്ഞ മാഗസിൻസ്, ആർട്ടിക്കിൾസുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നല്ല നല്ല ആൾക്കാരുടെ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും. ഈ നല്ല സീനിയർ ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, മനസ്സിലാക്കുക, ഒപ്പം തന്നെ ഇതിനൊപ്പം തന്നെ അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. അതെ, അതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് അല്ല, ഇപ്പം നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് വരുമ്പോഴായിരിക്കും ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം. അപ്പം ഞാൻ എവിടെ നിന്നാണ്, ഇപ്പം ആസ് എ കോമൺ മാൻ ഞാൻ എവിടെ നിന്നായിരിക്കും ഇങ്ങനത്തെ ഇത് മാറി എന്നുള്ളത് എനിക്കറിയാനായിട്ട് സാധിക്കുന്ന എവിടെ നിന്നായിരിക്കും? നമുക്ക് കൂടുതലും ഇതിൻ്റെ അമെൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടിയാണ് കൂടുതൽ ഇത് വരുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. GSTയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ GSTയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുമൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും. പത്രങ്ങളിൽ കൂടിയാണെങ്കിലും ചെറിയ ഐഡിയാസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സർക്കുലറുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് നമ്മളത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പറഞ്ഞതുപോലെ ഒരു കോമൺ മാന് എത്രത്തോളം ഇത് മനസ്സിലാകും എന്നുള്ളതും അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു അക്കൗണ്ടന്റിന്റെ ഹെൽപ്പ് വേണം. അതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം ബിസിനസ്സുകാർക്കും നമ്മുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരും, സാധാരണക്കാർക്കും നമ്മുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. കാര്യം വെച്ചാൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനിയും ഈ ഒരു മേഖലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കേൾക്കാൻ വയറയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരിയോൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഇന്ന് പറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് മേഖലയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സാറിനെ ഇപ്പം ഇരിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കേട്ടു അക്കൗണ്ട് മേഖല എന്ന് പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട, നല്ല കീൻ ഒബ്സർവേഷൻ വേണ്ട ഒരു മേഖലയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ടു. അപ്പം സാറിനോട് ഇപ്പം എനിക്ക് തോന്നുന്നു സാറിന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമെൻഡ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു മാറ്റങ്ങൾ വരുന്നു. അപ്പം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇനി ഇൻകം ടാക്സിന് കുറച്ച് പേർക്ക് അടയ്ക്കണ്ടേ, ഞങ്ങൾ തന്നെ ചെയ്താൽ മതിയോ, അത് നിർത്തലാക്കിയോ, അങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാവോ? അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വന്നപ്പോൾ മുതൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ക്വസ്റ്റനാണ്, അല്ലെങ്കിൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റനാണ്. അപ്പം ഇൻകം ടാക്സിൻ്റെ പരിധി 12 ലക്ഷം ആക്കിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ടാക്സ് അടയ്ക്കുകയും റിട്ടേൺ കൊടുക്കുകയും ഒന്നും വേണ്ടല്ലോ, ഞങ്ങൾ ഇൻകം ടാക്സിൽ നിന്ന് പൂർണ്ണമായിട്ട് എക്സംപ്റ്റഡ് ആയില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മൾ അന്ന് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള അതിപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ അത് എത്ര ദിവസം ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായി കാണുമായിരിക്കും, അതിൻ്റെ എന്താണ് സത്യാവസ്ഥയിൽ എന്താണ് അതിൻ്റെ രീതികളെന്നൊക്കെ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് ഈ ബഡ്ജറ്റിൽ വന്നേക്കുന്ന ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷമേ ആരംഭിക്കത്തുള്ളൂ. അതായത് 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള പീരീഡിലാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അതൊരിക്കലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ, ഈ 2025 മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ വർഷം എന്താണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വന്നിരിക്കുന്ന റേറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഈ 12 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വർഷം കിട്ടുകയില്ല, അടുത്ത സാമ്പത്തിക വർഷം മുതലാണത് ആരംഭിക്കുന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. അത് രണ്ടാമത്തെ ഒരു കാര്യം, 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ഇനി ടാക്സ് അടയ്ക്കണ്ട എന്നുള്ള സത്യമായ കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന 25,000 രൂപയുടെ റിബേറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തി. അപ്പോൾ 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ഒരാൾക്ക് ഈ റിബേറ്റ് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ടാക്സ് അടയ്ക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അവരൊരിക്കലും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കണ്ട എന്ന് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. ആൾക്കാരുടെ സംശയങ്ങൾ എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി റിട്ടേണുകളൊന്നും കൊടുക്കണ്ട, കണക്കുകളൊന്നും സൂക്ഷിക്കേണ്ട, കണക്കുകളൊന്നും കൊടുക്കണ്ട എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു ധാരണ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അങ്ങനെയാണ് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ റിട്ടേൺ കൊടുക്കണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബേസിക് എസംപ്ഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിരിക്കണം. ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് പഴയ സ്കീം തുറന്നാക്കാൻ 2,50,000 രൂപയും പുതിയ സ്കീം എടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപ വരെയുള്ളവർക്കാണെങ്കിൽ ബേസിക് എസംപ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞാൽ റിട്ടേൺ കൊടുത്തേ പറ്റത്തുള്ളൂ. പുതിയ സ്കീം അടുത്ത വർഷത്തേക്കാണെങ്കിൽ 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ള എല്ലാ വ്യക്തികളും നിർബന്ധമായും റിട്ടേൺ കൊടുത്തിരിക്കണം. അത് നിയമമുള്ള കാര്യം തന്നെയാണ്, അവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ 12 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ആൾ റിട്ടേൺ കൊടുക്കണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവർ റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരിക എന്നുള്ളതാണ്. അത് പിന്നെയും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട, റിബേറ്റ് കിട്ടുന്നത് കൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട എന്ന് മാത്രമേ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. രണ്ടാമതൊരു കാര്യം, ഈ റിബേറ്റ് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. NRIസിന് റിബേറ്റ് ഇല്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് റേറ്റ് ഉള്ളവർക്ക്, അതായത് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ, ഈ ഷെയർ ട്രേഡിംഗ് അറിയാം, ഷെയർ ട്രേഡിങ് മ്യൂച്വൽ ഫണ്ടൊക്കെ അറിയാമല്ലോ, അതുവഴി നമുക്ക് ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഇൻകം ഉള്ളവർക്കും ഈ റിബേറ്റ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാകും. ഇപ്പം കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ അതുകൊണ്ട് കോളുകളുടെ എണ്ണം കുറവായി. എങ്കിലും ഇതൊക്കെയാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമുക്ക് മനസ്സിലാകും. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്നത്, അടുത്ത വർഷം മുതൽ ഇത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. റിട്ടേൺ കൊടുക്കണ്ട എന്നൊരിടത്തും പറഞ്ഞിട്ടുമില്ല. റിട്ടേൺ നിങ്ങൾ കൊടുത്തിരിക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 3-4 വർഷം കഴിയുമ്പോൾ ഇൻകം ടാക്സിൽ നോട്ടീസ് വരുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. യെസ്, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വരുന്ന സാമ്പത്തിക വർഷം മുതലാണ് നമുക്കിപ്പോൾ പറഞ്ഞ ഈ ഒരു ഇൻകം ടാക്സിൻ്റെ പുതിയ പദ്ധതി ആപ്ലിക്കബിൾ ആവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം അറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ചായിരുന്നു. എസ്പെഷ്യലി പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കലി വരുമ്പോൾ ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് മാറ്റം വരുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടു അറിഞ്ഞു. ഈ തിയറിറ്റിക്കൽ നോളജ് നമ്മൾ എഴുതി പഠിച്ചതും കണ്ടുപഠിച്ചതും കേട്ടു പഠിച്ചതുമായതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അവരെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു തുടങ്ങിയത്, അവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം തുടങ്ങിയതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് സിജു സൈമൺ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സൈമൺ ട്രെയിനിങ് സെന്റർ ഫോർ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. സാർ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ച് കേട്ടു. അതുപോലെ തന്നെ ഒരു അറിവും ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻകം ടാക്സിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് വരെ നമ്മൾ കേട്ടു അറിഞ്ഞു. ആൻഡ് ഇനി സാറിനുള്ള സമയമാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? ഈ ഒരു മേഖലയിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണമായിരുന്നു, എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിൽ കരുതുന്നവരോടൊക്കെ എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? നമുക്ക് ഈ ഇൻകം ടാക്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒത്തിരിയേറെ നമുക്ക് ഡീറ്റെയിൽഡ് പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ അത് സമയപരിമിതി മൂലം നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു ഐഡിയ നമുക്ക് ഇതുവഴി ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് എവിടെയെങ്കിലും ഒന്ന് പോയി കുറേ കാര്യങ്ങളെങ്കിലും ഒന്ന് അത്യാവശ്യം പഠിച്ചിട്ട് മാത്രമേ ജോലിക്ക് പോകാവൂ എന്നുള്ള റിക്വസ്റ്റ് കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് BCom അല്ലെങ്കിൽ MCom നമ്മൾ പഠിച്ചിട്ട് ചില ട്രെയിനിങ് പോകാൻ മടിയുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അത്രയും കൂടെ പിന്നെയും നമുക്ക് ടൈം പോകും, അതുകൊണ്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറിയേക്കാം എന്ന് കരുതി ജോലിക്ക് കയറുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നല്ല ഒരിക്കലും. അങ്ങനെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജോലി അറിയാൻ മേലാതെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഞാൻ ചില പിള്ളേരോടൊക്കെ തമാശയായിട്ടാണെങ്കിലും പറയാറുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന നേഴ്സ് ആരും ആയിക്കോട്ടെ, അപ്പം അവർക്ക് എന്തുമാത്രം ട്രെയിനിങ് കിട്ടിയിട്ടാണ് അവരത് ലാസ്റ്റ് ഒരു പേഷ്യൻറ്റിനെ അവർ ഡയറക്റ്റായിട്ട് നോക്കുന്നത്. അതേസമയം ജസ്റ്റ് പഠിച്ചിറങ്ങിയ ഒരാൾ നേരെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകില്ല, ഒരിക്കലും പോകത്തില്ല. കാര്യം അവർക്ക് അതിനകത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട്. ഒരാളുടെ ജീവൻ വെച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല, അങ്ങനെ സമ്മതിക്കത്തുമില്ല. നമ്മുടെയൊക്കെ ഫീൽഡിൽ ഞാൻ പറയുന്നത് അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ, നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ഒരാളെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അക്കൗണ്ടായിട്ട് എടുക്കാവുള്ളൂ, അങ്ങനെയുള്ളവരെ ജോലിക്ക് പോകാവുള്ളൂ എന്ന് പറയാറുണ്ട്. കാര്യം ചെറിയൊരു അശ്രദ്ധ മതി ആ ഒരു സ്ഥാപനത്തിൻ്റെ കണക്കുകൾ മുഴുവൻ തെറ്റിപ്പോകാനായിട്ട്. പണ്ട് എന്നൊരു GSTയുടെ ഓഫീസർ, അന്നത്തെ കാലത്ത് സെയിൽ ടാക്സിൻ്റെ ഓഫീസർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു അക്കൗണ്ടൻറ്റ് ചെയ്തു വെച്ചതിനകത്ത് ഇതുപോലെ തന്നെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു 0 മാറിപ്പോയപ്പം ലക്ഷം എന്നുള്ളത് കോടിയിലേക്ക് പോയ സംഭവമുണ്ട്, ക്രോർ എമൗണ്ടിലേക്ക് പോയ സംഭവമുണ്ട്. അദ്ദേഹം കണക്ക് കണ്ടുപിടിച്ചു, പക്ഷേ തിരുത്താൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ആ എംപ്ലോയർ ആത്മഹത്യ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് അയാൾക്ക് നഷ്ടം സംഭവിച്ചു കണക്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ദാരുണമായ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എവിടെയെങ്കിലും, എൻ്റെ ഓഫീസിൽ നിന്നല്ല, എൻ്റെ സ്ഥലത്തൊന്നല്ല, നമ്മൾ എവിടെയെങ്കിലും പോയി നല്ലൊരു ട്രെയിനിങ് എടുത്തതിന് ശേഷം നമ്മൾ ജോലിക്ക് എപ്പോഴും നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. അതേത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. അത് 1-2 മാസത്തെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് കുട്ടികൾ ജോലിക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് ഞാൻ പറയാറുണ്ട്. രണ്ടാമതൊരു കാര്യം, ബിസിനസ് ഓണേഴ്സിൽ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ബിസിനസ്മാന്, അവരും എനിക്ക് ഒത്തിരിയേറെ കോൾ വരാറുണ്ട്. ഇങ്ങനെ തന്നെ വേക്കൻസി ഉണ്ട്, എൻ്റെ ഓഫീസിൽ വേക്കൻസി ഉണ്ട്, നിങ്ങളുടെ അവിടെ ട്രെയിനിങ് കഴിഞ്ഞ പിള്ളേരുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് റെക്കമെൻഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വരാറുണ്ട് കോളുകൾ. അത് പിള്ളേരോട് പറയാറുമുണ്ട്. അപ്പം അങ്ങനെ അവർക്കും വേണ്ടത് നല്ലൊരു സെൻറ്ററിൽ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർക്കും ആവശ്യം. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ അങ്ങനെ നല്ല ആൾക്കാരെ നോക്കി ജോലിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടെൻഷൻ ഫ്രീ ആണ്. അവർക്ക് ബിസിനസ് മാത്രം നോക്കിയാൽ മതി. ഇത് തന്നെ നോക്കുന്നത്, ബിസിനസ് നോക്കണം, മാർക്കറ്റിംഗ് നോക്കണം, അക്കൗണ്ടിങ് നോക്കണം, ടാക്സ് നോക്കണം, എല്ലാം ബിസിനസ്സുകാർ തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അപ്പം നമുക്കറിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ അത് അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നുണ്ട്, ടേൺ ഓവറിനെ ബാധിക്കും അവരുടെ അത്. അപ്പോൾ അവരെപ്പോഴും ഒരു സേഫ് ആക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു അക്കൗണ്ടൻറ്റ് എപ്പോഴും അവർ ഒരു അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ അക്കൗണ്ടൻറ്റ് നല്ല നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് ടെൻഷൻ ഫ്രീ ആണ്. അവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ബിസിനസ് മാത്രം നോക്കി പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല ആൾക്കാരെ വെക്കാൻ അവർ ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ചിട്ട് പോകാൻ ജോലി നോക്കുന്നവരെ എപ്പോഴും നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ട് നമ്മൾ അവർക്ക് നല്ലപോലെ സർവീസ് കൊടുക്കുക. നമ്മുടെ ഓഫീസിലെ പിള്ളേരോട് ഞാൻ പറയാറുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാരണം വേറെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അത് നമ്മൾ ചെയ്ത ചില മിസ്റ്റേക്കുകൾ കൊണ്ട് വേറെ ആൾക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ പ്രശ്നമായിട്ട്. അതുകൊണ്ട് എല്ലാവരും നല്ലതുണ്ടാക്കി നല്ല സഹകരിച്ച് പോകണം.
നല്ലൊരു എക്സ്പീരിയൻസ് വേണം, നല്ലൊരു വർക്കിംഗ് നോളജ് വേണം. അപ്പോൾ അവരുടെ കരിയർ നന്നാകും, ബിസിനസ്സുകാർക്കും നല്ലതാവും. ഓക്കെ സാറ് രണ്ടു കൂട്ടർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തോടു കൂടിയാണ് അവസാനിപ്പിച്ചത്. ഒന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ പഠിച്ചിറങ്ങിയവരെ ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം ഈ ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനെ കുറിച്ച് നമ്മൾ കേട്ടു. ഒരുപാട് ജോലി സാധ്യതകൾ ഒന്നാണ്. കൂടുതൽ അറിവുകൾ നമുക്ക് ഇതിലൂടെ സമ്പാദിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു. അങ്ങനെ പല തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പ്രാക്ടിക്കൽ നമ്മളെങ്കിലും ഒന്ന് നേടി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പോവുക എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി എനിക്ക് പറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി പോകാനുള്ള ഒരു പ്രാപ്തരായി മാറുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉയരെ ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല മേഖലകളുണ്ട്, നമ്മൾ പഠിച്ചിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, ഇത് പഠിക്കാനായിട്ട് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയാം ഉയരയിലൂടെ ഇനി വരുന്ന ആഴ്ചകളിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഉയരെ മാത്രമേ അവസാനിക്കുന്നുള്ളൂ, അടുത്ത പരിപാടികൾ ഇതാ പിന്നാലെ എത്തുന്നുണ്ട്. സോ ദിസ് ഈസ് RJ Jo സൈനിങ് ഓഫ് ഫ്രം ഉയരെ ആൻഡ് സാർ. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു, നമുക്ക് ഒരുപാട് അറിവുകൾ നൽകി. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. Thank you. So once again, this is RJ Jo signing off from Uyare and you are listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6